ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫോറക്സ് മാർക്കറ്റിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള തിയറി സെഷൻസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി സെഷൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളും മനസ്സിലായവർ കഴിഞ്ഞ 2 ക്ലാസ്സും മനസ്സിലായവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ടാക്കുക. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എന്താണ് പിപ്പറ്റ് എന്താണ്, ഫ്രാക്ഷണൽ പിപ്പ് എന്താണ്, അതുപോലെ എങ്ങനെ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് തിയറി സെഷൻസാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്ലാസ് കാണുന്ന കംപ്ലീറ്റ് ബിഗിനറായിട്ടുള്ള ഒരു ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും നമ്മളിപ്പം ഈ തിയറിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചാർട്ട് അനാലിസിസിലോട്ട് പോകുമ്പം ഓരോ സ്ട്രാറ്റജി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അവർക്ക് എന്തായാലും കുറേ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെ SL വെക്കുക, എവിടെ ടേക്ക് പ്രോഫിറ്റ് ചെയ്ത് ഇറങ്ങണം, അതുപോലെ കുറച്ചധികം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പം ബിഗിനറായിട്ടുള്ള ട്രേഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്, മിസ്റ്റർ ഫോറക്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചാർട്ട് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെ നമ്മളതിൻ്റെ കോൺടാക്റ്റ് ഇൻഫർമേഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പിപ്പിനെയും പിപ്പറ്റിനെയും അതുപോലെ തന്നെ ഫ്രാക്ഷണൽ പിപ്സിനെയൊക്കെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പിപ്പ് എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഇത്ര പിപ്പ് മൂവ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര പിപ്പറ്റ് മൂവ് ചെയ്തു, ഇത്ര പ്രോഫിറ്റ് കിട്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്താണ് പിപ്പ്, എന്താണ് പിപ്പറ്റ്, അല്ലെങ്കിൽ എന്താണ് ഫ്രാക്ഷണൽ പിപ്പ്, ഇതൊന്നും നമുക്ക് ഒരു ഡീപ്പായിട്ട് നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് പിപ്പെന്ന് നോക്കാം. അപ്പോൾ പിപ്പെന്ന് വെച്ചാൽ പിപ്പ് ഈസ് ദ സ്മാളസ്റ്റ് യൂണിറ്റ് യൂസ്ഡ് ടു മെഷർ ദ ചേഞ്ച് ഇൻ വാല്യൂ ബിറ്റ്വീൻ 2 കറൻസീസ്. അതായത് ഒരു കറൻസി പെയർ ഒരു പ്രൈസിൽ നിന്നും മറ്റൊരു പ്രൈസിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തുമാത്രം മൂവ് ചെയ്തു എന്ന് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ്, സ്മാളസ്റ്റ് യൂണിറ്റിനെയാണ് പിപ്പ് എന്ന് പറയുന്നത്. നമുക്കതൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇഫ് ദ EURUSD പെയർ, ഒരു EURUSDയുടെ പെയർ 1.1050 നിന്നും 1.1051 മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്യുമ്പം ഈ ഒരു 0 ഇവിടെ വന്നപ്പോൾ 1 ആയി. അപ്പം ഇവിടെ ഒരു 1 പിപ്പാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ പറയുമ്പം 5ാമത്തെ പൊസിഷൻ തൊട്ടാണ് നമ്മൾ പിപ്പ് പറയുന്നത്. 5ാമത്തെ പൊസിഷനിലും 4ാമത്തെ പൊസിഷനിലും 3ാമത്തെ പൊസിഷനിലും 2ാമത്തെ പൊസിഷനിലും 1ാമത്തെ പൊസിഷനിലും നമ്മൾ പിപ്പ് പറയും. 5ാമത്തെ പൊസിഷൻ മുതലാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഒരു EURUSDയുടെ പെയർ ഈ 5ാമത്തെ പൊസിഷനിലെ 0 ഇവിടെ വന്നപ്പോൾ 1 ആയി. ആ 1 ആയപ്പോൾ അവിടെ ദാറ്റ്സ് എ 1 പിപ്പ് മൂവ്മെൻറ്റ്, അവിടെ ഒരു 1 പിപ്പാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ 5ാമത്തെ പൊസിഷൻ മാറി 4ാമത്തെ പൊസിഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നും നമ്മൾ താഴോട്ട് പറയുന്നുണ്ട്. 3ാമത്തെ പൊസിഷനാണെങ്കിലും 2ാമത്തെ പൊസിഷനാണെങ്കിലും ഇനി 1ാമത്തെ പൊസിഷനാണെങ്കിലും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പിപ്പറ്റ് എന്താണെന്ന് അറിയണം. എന്താണ് പിപ്പറ്റ് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാം നമുക്ക് ആദ്യം. എന്ന് വെച്ചാൽ 1ാമത്തെ കാര്യം ആലോചിക്കുക. പിപ്പറ്റ് നമ്മൾ പറയുന്നത് 6th പൊസിഷനിലോട്ടാണ്. അതായത് 6th പൊസിഷനിലാണ് നമ്മൾ പിപ്പറ്റ് പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് പിപ്പറ്റ് എന്ന് നോക്കാം. 10 പിപ്പറ്റ് ചേരുമ്പോഴാണ് ഒരു പിപ്പായി മാറുന്നത്. 10 പിപ്പറ്റ് ചേരുമ്പോഴാണ് ഒരു പിപ്പായി മാറുന്നത്. അപ്പം നമുക്കിതാ നോക്കിയോ, 1 പോയിൻ്റ്, ഒരു EURUSDയുടെ പെയർ 1.10501, അതായത് ഇവിടെ 6 പൊസിഷൻ ഉണ്ട്. അവിടെ നിന്നും EURUSDയുടെ പെയർ 1.10502 മൂവ് ചെയ്തു. അതായത് 6ാമത്തെ പൊസിഷനിലെ 1 മൂവ് ചെയ്ത് 2 ആയി മാറി. അപ്പോൾ അവിടെ പറയും നമ്മൾ ദാറ്റ്സ് എ 1 പിപ്പറ്റ് മൂവ്മെൻറ്റ്. അപ്പം പിപ്പും പിപ്പറ്റൂടെ തിരിഞ്ഞു പോകാതിരിക്കുക. അത് നമ്മൾ 5ാമത്തെ പൊസിഷനിലാണ് പിപ്പ് വരുന്നത്. അതായത് 1, 2, 3, 4, 5 5ാമത്തെ പൊസിഷൻ മുതൽ നമ്മൾ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യും. 5ാമത്തെ പൊസിഷനും 4ാമത്തെ പൊസിഷനും 3ാമത്തെ പൊസിഷനും 2ാമത്തെ പൊസിഷനും 1ാമത്തെ പൊസിഷനിലെല്ലാം നമ്മൾ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. താഴോട്ട് പോകുമ്പോൾ അത് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ പിപ്പറ്റ് 6ാമത്തെ പൊസിഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ 10 പിപ്പറ്റ് ചേരുമ്പോഴാണ് ഒരു പിപ്പായി മാറുന്നതെന്നും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ പറഞ്ഞു 5th പൊസിഷൻ മുതലാണ് നമ്മൾ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 5th പൊസിഷൻ മുതൽ പിറകിലോട്ട്. ഓക്കെ, ഇതാ ഇവിടെ ഒരു പ്രൈസ് റേഞ്ചാണ് 1.3461. ഇവിടെ 5 പൊസിഷനുണ്ട്. അപ്പോൾ 5ാമത്തെ പൊസിഷൻ മുതലാണ് നമ്മൾ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഉള്ളൊരു എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതാ 1, 10, 100, 1000, 10,000 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒറ്റ, 10, 100, 1000, 10,000 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ആ ഒരു സെയിം മെത്തേഡ് തന്നെ ഇവിടെ. അതായത് ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എത്ര പിപ്പ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇതാ 1, 5ാമത്തെ പൊസിഷൻ മുതലല്ലേ നമ്മൾ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 × 1 പിപ്പ്. അതുപോലെ 6 6 × 10 അല്ലെങ്കിൽ 6 × 10. ഓക്കെ, 60 പിപ്പ്. അതുപോലെ 4 × 100 400 പിപ്പ്. അതുപോലെ തന്നെ 3 × 1000 3000 പിപ്പ്. അതുപോലെ തന്നെ 1 × 10,000 അതായത് 10,000 പിപ്പ്. മനസ്സിലായി കാണുമല്ലോ. എന്ന് വെച്ചാൽ ഒറ്റ, 10, 100, 1000, 10,000. അപ്പോൾ 5ാമത്തെ പൊസിഷൻ മുതൽ പിറവിലോട്ട് നമ്മൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കവിടെ എത്ര പിപ്പുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പം ഇനി 5 പൊസിഷൻ. ഇനി 6ാമത്തെ പൊസിഷൻ വന്നാൽ നമ്മൾ പിപ്പറ്റെന്നും പറഞ്ഞാൽ വന്നാൽ. ഓക്കെ, ഇവിടെ ഇനി ഒരു അടുത്ത് വരുമ്പം ഇനി ഇവിടെ പിപ്പറ്റ, ഇനി അങ്ങോട്ട് പിപ്പറ്റ. ഓക്കെ, അടുത്ത നമുക്ക് ഇതൊരു എക്സാമ്പിളിൽ കൂടെ നോക്കാം. ഓക്കെ, ഇത് നമുക്ക് എക്സാമ്പിളിൽ കൂടെ എങ്ങനെ ഒന്ന് മനസ്സിലാവുന്നതെന്ന് നോക്കാം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. ഓക്കെ, ഒരു യൂറോ USDയുടെ ഒരു കറൻസി പെയർ 1.3461 നിൽക്കുക. അവിടെ ഒരു പിപ്പ് ആഡായാൽ, ഇവിടെ 5 പൊസിഷനേ ഉള്ളേ, ഒരു പിപ്പ് ആഡായാൽ ഈ 1 എത്ര ആവും? 2 ആവും. ഓക്കെ, ഇനി ആ യൂറോ USDയുടെ പെയറിൽ ഇതാ ഇത് 1.3461 ഒരു പിപ്പ് കുറഞ്ഞാൽ എത്ര ആവും? ഈ 1 എത്ര ആവും? 0 ആവും. മനസ്സിലായോ? 1 ആഡായാൽ 1 2 ആവും. അതുപോലെ തന്നെ 1 കുറഞ്ഞാൽ ഈ 1 0 ആവും. അങ്ങനെയാണ് നമ്മൾ പിപ്പ് എത്ര കൂടി എത്ര കുറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ 5 പൊസിഷനേ ഉള്ളേ, അതുകൊണ്ട് നമ്മൾ ആലോചിക്കണേ 6ാമത്തെ പൊസിഷൻ വന്നാൽ അത് പിപ്പറ്റാണ്. പിന്നെ നമുക്ക് ഈ ഒരു എക്സാമ്പിളിലോട്ട് പോകാം, ഈ USD JPYയുടെ. ഓക്കെ, USD JPY 110.22 നിന്നും 113.22 പോയി. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, 5ാമത്തെ പൊസിഷനിൽ മാറ്റമില്ല, 4ാമത്തെ പൊസിഷനിൽ മാറ്റമില്ല. പക്ഷേ 3ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഈ 0 ഇവിടെ വന്നപ്പോൾ 3 ആയി മാറി. ഓക്കെ, 3 കൂടി ഇവിടെ. അതായത് ഈ 3 വന്നേക്കുന്നത് ഏത് പൊസിഷനില്ല? ഒറ്റ, 10, 100 അല്ലെങ്കിൽ 1, 10, 100ൻ്റെ പൊസിഷനിലാണ് വന്നേക്കുന്നത് ഈ 3. അപ്പോൾ ഈ 3 × 100. ഓക്കെ, 0യിൽ നിന്നും 3ലോട്ട് വന്നപ്പോൾ 3 കൂടി. 3 കൂടിയുണ്ട് 3 × 100. ഇനി 4 കൂടിയ 4 × 100. 5 കൂടിയ 5 × 100. ഇനി ഇവിടെ 0യ്ക്ക് പകരം 2 ആണെങ്കിൽ ഇവിടെ വന്നപ്പം 4ആയി. 4ആയപ്പോൾ എത്ര കൂടി? 2 കൂടി. 2 × 100 200. അത്രയേ ഉള്ളൂ കാര്യം. അതുപോലെ തന്നെ ഇവിടെ ഈ 1 ഇവിടെ വന്ന് 2 ആയാലും അതുപോലെ തന്നെ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എന്താണ് നമുക്ക് ഫ്രാക്ഷണൽ പിപ്സ് എന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഫ്രാക്ഷണൽ പിപ്പ് എന്ന് വെച്ചാൽ നമ്മളവിടെ പിപ്പും പിപ്പറ്റൂടെ ചേർത്തങ്ങ് പറയുക, അതാണ് ഫ്രാക്ഷണൽ പിപ്പ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇൻ യൂറോ USD, ഒരു യൂറോ USDയുടെ പെയർ 1.50.301. ഓക്കെ, അവിടെ നിന്നും 1.50.318 മൂവ് ചെയ്തു. ഓക്കെ, അതായത് ഈ 0 ഇവിടെ എത്ര പൊസിഷൻ ഉണ്ട്? 2, 4, 6. ഇവിടെ പിപ്പും ഉണ്ട് പിപ്പറ്റും ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അതായത് ഈ 6ാമത്തെ പൊസിഷനിലെ 1 ഇവിടെ വന്നപ്പം 8ആയി. അതുപോലെ തന്നെ ഈ 5ാമത്തെ പൊസിഷനിലെ 0 ഇവിടെ വന്നപ്പോൾ എത്രയായി? 1 ആയി. അപ്പം 0 1 ആയി. 0 1 ആവാൻ 1 കൂടണം. ഓക്കെ, അതുപോലെ 1 8 ആവാൻ 7 കൂടണം. മനസ്സിലായോ? അതായത് 0 1 ആവാൻ 1 കൂടണം, 1 8 ആവാൻ 7 കൂടണം. അതായത് ഇവിടെ 0 1 ആയപ്പം ഒരു പിപ്പ് കൂടി. 5ാമത്തെ പൊസിഷനാണ്
അഞ്ചാമത്തെ പൊസിഷൻ ആയതുകൊണ്ടാണ് ഈ 1 അല്ല ഈ 0 1 ആയപ്പോൾ 1 പിപ്പ് കൂടി. അതുപോലെ 1 7 ആയപ്പം 7 പിപ്പറ്റ് കൂടി. ഓക്കെ, 0 1 ആയി, 1 8 ആയി. ഓക്കെ, അതായത് ഇവിടെ 1 കൂടി, ഇവിടെ 7 കൂടിയപ്പം 8 ആയി. അതായത് 1 പിപ്പും കൂടി 7 പിപ്പറ്റും കൂടി. അപ്പം നമ്മളത് എങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ഒരു പിപ്പ് കൂടിയപ്പം 1 എഴുതി, ഒരു പിപ്പറ്റ് കൂടിയപ്പം 0.7 എഴുതി. അതായത് 1.7 ഫ്രാക്ഷണൽ പിപ്സ്. ഈ 1.7 ഫ്രാക്ഷണൽ പിപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പിപ്പും 7 പിപ്പറ്റും കൂടി എന്നുള്ളതാണ്. ഇപ്പം മനസ്സിലായി എന്താണ് ഫ്രാക്ഷണൽ പിപ്പ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് പിപ്പ്, എന്താണ് പിപ്പറ്റ്, എങ്ങനെ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ എന്താണ് ഫ്രാക്ഷണൽ പിപ്പ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് പിപ്പ്? ഒരു കറൻസി പെയർ ഒരു പ്രൈസിൽ നിന്ന് മറ്റൊരു പ്രൈസിലോട്ട് പോകുമ്പോൾ ആ എത്ര സഞ്ചരിച്ചു എന്നറിയാൻ വേണ്ടി നമ്മൾ മെഷർ ചെയ്യുന്ന ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റിനാണ് പിപ്പ് എന്ന് പറയുന്നത്. പിപ്പ് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ്, 5th പൊസിഷൻ തൊട്ട് പിറകിലോട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താണ് പിപ്പറ്റ്? പിപ്പറ്റ് എന്ന് വെച്ചാൽ 6th പൊസിഷനിലാണ് പിപ്പറ്റ് വരുന്നത്. ഓക്കെ, ഒരു 10 പിപ്പറ്റ് ആകുമ്പോഴാണ് ഒരു പിപ്പായി മാറുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എങ്ങനെ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ പണ്ട് പഠിച്ചതുപോലെ 1 10 100 1000 10,000. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1 ആയപ്പോൾ 1 പിപ്പ്, 6 ആയപ്പോൾ 6 × 10 60 പിപ്പ്. അതുപോലെ തന്നെ 4 × 100 400 പിപ്പ്. അതുപോലെ 3 × 1000 3000 പിപ്പ്. അതുപോലെ 1 × 10,000 അതായത് 10,000 പിപ്പ്. ഇങ്ങനെയാണ് നമ്മൾ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾ പറഞ്ഞു, യൂറോ USD 103,461 നിന്നും 1 പിപ്പ് ആഡ് ആയാൽ എത്ര ആവും? ഈ 1 ഇവിടെ വരുമ്പോൾ 2 ആവും. ഇനി ഒരു പിപ്പ് കുറഞ്ഞാൽ ഈ 1 0 ആവും. അതുപോലെ തന്നെ ഈ USD JPY നോക്കുക, 110.22. അത് ഇവിടെ വന്നപ്പോൾ 113.22 ആയി. ഇവിടെ എത്ര പിപ്പ് ആഡായി? ഈ 0 ആണ് ഇവിടെ വന്നപ്പോൾ 3 ആയത്. അപ്പം 3 കൂടി. ഇത് എത്ര, ഏതിൻ്റെ പൊസിഷനിൽ നിൽക്കും? അതാ 1 10 100ൻ്റെ പൊസിഷനിലാണ് ഈ 3 നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ 0യിൽ നിന്നും 3 ആഡ് ചെയ്യുമ്പോൾ 3 × 100. ഓക്കെ, ഇനി ഇവിടെ വേറൊരു സംഖ്യ എന്ന് വിചാരിക്കും. ഇവിടെ ഒരു 0യ്ക്ക് വരെ ഒരു 2, ഇവിടെ ഒരു 5 വിചാരിക്കുക. അപ്പോൾ എത്ര ആയി? അവിടെയും 3 തന്നെ കൂടിയേക്കുന്നത്. അപ്പോൾ 3 × 100 300. അത്രേ ഉള്ളൂ. ഇനി ഇത് ഈ USD JPY ഇവിടെ എത്ര ഉണ്ട്? ഈ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നില്ല. 109.223. ഓക്കെ, അത് 229 ആയി മാറി. ഇവിടെ 6 പൊസിഷനുണ്ട്. 6ാമത്തെ പൊസിഷന് എത്ര കൂടിയ? 3 9 മാറി. അപ്പോൾ 6 കൂടിയപ്പോഴാണ് 9 ആയത്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും നമ്മൾ? ഇത് ഫ്രാക്ഷണൽ പിപ്പിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ പിപ്പ് കൂടിയിട്ടില്ല, പിപ്പറ്റ് മാത്രമേ കൂടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് 0.6 പിപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്, 0.6 പിപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഫ്രാക്ഷണൽ പിപ്പ് എഴുതിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ആ എക്സാമ്പിൾ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി കാണും. അതുപോലെ എന്താണ് ഫ്രാക്ഷണൽ പിപ്പ്? ഫ്രാക്ഷണൽ പിപ്പ് എന്ന് വെച്ചാൽ പിപ്പും പിപ്പറ്റും കൂടി ചേർത്ത് പറയുന്നതാണ് ഫ്രാക്ഷണൽ പിപ്പ്. ഓക്കെ, ഇവിടെ വന്നപ്പോൾ 0 1 ആയി, ഈ 1 8 ആയി. 0 1 ആവാൻ 1 കൂടണം. അതുപോലെ 1 8 ആവാൻ 7 കൂടണം. അതായത് പിപ്പിൻ്റെ സ്ഥാനത്ത് 0 1 ആയി. അപ്പോൾ എത്ര? 1. ആ 1 അതുപോലെ എഴുതി ഇവിടെ പോയിൻ്റ്. പിന്നെ ഉള്ളത് പിപ്പറ്റാണ്. ഈ 1 8 ആവാൻ 7 പിപ്പറ്റ് കൂടണം. അതായത് 1.7 ഫ്രാക്ഷണൽ പിപ്പ്. അതായത് 1 പിപ്പും 7 പിപ്പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് പിപ്പ്, എന്താണ് പിപ്പറ്റ്, എന്താണ് ഫ്രാക്ഷണൽ പിപ്പ്? ഇതൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്ന് ടൈപ്പ് ചെയ്ത് ചോദിക്കാതെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് നമ്മൾ കവർ ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ തിയറിയിൽ നിന്നും അഡ്വാൻസ് ലെവലിലോട്ട് നല്ല പക്കയായിട്ട് പോകുന്ന മിസ്റ്റർ ഫോറക്സിൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം താങ്ക് യു.